കുട്ടികൾക്ക് അമ്മമാർ പാല് കൊടുക്കുമ്പോൾ മൊബൈൽ നോക്കിക്കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ശരിക്കും നമ്മൾ പാല് കൊടുക്കുമ്പോൾ അതിൽ കുട്ടിയെ കാണുന്നത് മുതൽ കുട്ടിയെ കരച്ചിൽ കേൾക്കുന്നത് മുതൽ കുട്ടിയെ ചേർത്ത് പിടിക്കുന്നത് എല്ലാ ഇമോഷൻസും കൂടി ചേർന്നാണ് പാലുൽപാദനം ശരിയായ രീതിയിൽ നടക്കുന്നത്. എന്നാൽ ഇത് കൊടുക്കുമ്പോൾ ഇതിൽ കെയർ ചെയ്യുന്നില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് കാരണം പാല് കുറയും. ഫസ്റ്റ് 3 days നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ കട്ടിയായിട്ടുള്ള പാലാണ് വരിക. ആ സമയത്ത് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും, ഇത് പാല് കുറവാണല്ലോ. അതേപോലെ ഫസ്റ്റ് പ്രസവിച്ച ആദ്യത്തെ പ്രസവത്തിലൊക്കെ ഒരുപാട് സംശയങ്ങൾ, പാല് കുറവിൻ്റെ സംശയങ്ങളും ടെൻഷനും ഉള്ള സമയത്ത് കൂടുതൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കൂടെ വരുമ്പോൾ എന്ത് പറ്റും, അമ്മമാർക്ക് ആങ്സൈറ്റി ഉണ്ടാവും. അത് കാരണവും പാല് കുറയും. ഈ സമയത്തൊക്കെ നമ്മൾ മെയിനായിട്ട് പാല് വരണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് കുട്ടിയോടുള്ള കെയറിങ് എഫക്ഷൻസ് കൂട്ടുക, 2 ഇവരോട് അനാവശ്യ ക്വസ്റ്റ്യൻ ചോദിച്ച് ആങ്സൈറ്റി കൂട്ടുന്ന പരിപാടി ചെയ്യാതിരിക്കുക. അവർക്ക് സപ്പോർട്ടാണ് ഈ സമയത്ത് കൊടുക്കേണ്ടത്. ഇനി ഒരു നേരത്തെ ഭക്ഷണം ശരിയായ രീതിയിൽ എക്സ്ട്രാ കഴിക്കാൻ വേണ്ടി നോക്കുക, വെള്ളം നന്നായി കുടിക്കുക, ഉറക്കം നമ്മൾ ശരിയാക്കുക എന്ന് പറയുമെങ്കിലും രാത്രി സമയത്തുള്ള ഫീഡിങ് മുലപ്പാലിൻ്റെ അളവ് കൂട്ടുമെന്നാണ് പഠനം പറയുന്നത്. അപ്പോൾ രാത്രിയും നമ്മൾ പാല് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമുക്ക് പൊതുവേ അറിയാം, രാത്രി സമയത്തായിരിക്കും കുട്ടി ആക്റ്റീവ് ആയിട്ടുണ്ടാവുക, കരച്ചിൽ കൂടുതൽ ഉണ്ടാവുക, രാവിലെ സമയത്തായിരിക്കും ഉറക്കം കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ രാവിലെ ഉറങ്ങുന്ന സമയത്തും നമ്മൾ 2 hourly ഫീഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. രാത്രി പ്രോപ്പർ ആയിട്ടുള്ള ഫീഡിങ്ങിൽ നന്നായി ശ്രദ്ധിക്കുക. ഇനി ഇൻ കേസ് ശരിക്കും പാലിൻ്റെ അളവ് കുറഞ്ഞാൽ കുട്ടികൾ യൂറിൻ കുറയുക, വെയിറ്റ് കുറയുക, അങ്ങനത്തെ കണ്ടീഷൻ ലക്ഷണങ്ങൾ കാണിക്കും. പാലിൻ്റെ അളവ് കുറഞ്ഞാൽ നമ്മൾ നേരെ പുളിപ്പാൽ കൊടുക്കുന്നതിന് പകരം അമ്മമാർ ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. മുലപ്പാൽ തന്നെയാണ് എപ്പോഴും ബെസ്റ്റ്.